ഇന്ന് നമുക്ക് ഇറച്ചി പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മലബാറിലെ ഒരു സ്പെഷ്യൽ വിഭവമാണിത്. ഇതിനാവശ്യമായ സാധനങ്ങൾ മൈദ വേണം. ഇത് ഞാൻ മൈദ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഉപ്പും പച്ചവെള്ളം ഒഴിച്ച് കുഴച്ച് ചെറുതായി നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഉരുട്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ചിക്കൻ വേണം. ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് മിക്സിയിലൊന്ന് അടിച്ച് വെച്ചതാണ്. വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, മല്ലിയില, ഗരം മസാല, മുളക് പൊടി, പച്ചമുളക് ചെറുതായി വട്ടത്തിലരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, സവാള. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ അല്പം മൈദാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉരുളയാക്കി എടുത്ത് വെച്ച മൈദയുടെ മാവ് പലകയിൽ പരത്തി നന്നായിട്ടൊന്ന് പരത്തിയിടും. കനം കുറച്ച് പരത്തിയിടും. ഇതേ രീതിയിൽ ബാക്കിയുള്ള എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഇത് മാവെല്ലാം ഞാൻ പരത്തി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യമായ ഫില്ലിങ്ങിന് ആവശ്യമായ കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് പാൻ വെച്ച് പാത്രം ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിത് 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഒന്ന് നന്നായിട്ട് വാടി വന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. ഞാൻ വലിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി കൊത്തി അരിഞ്ഞാണ്. ഇതൊന്ന് വാടി കിട്ടാൻ വേണ്ടി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് പഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്പം കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചിട്ടാണ് അടിച്ചു വെച്ചത്. ഒരല്പം മുളക് പൊടി, മുളക് പൊടിയുടെയും ഇതൊക്കെ പച്ചമണം മാറുന്നോണം വരെ തന്നെ ഇളക്കി കൊടുക്കാം. ഒരല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതായിരുന്നു. മസാലയ്ക്ക് ഞാൻ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഉപ്പ് വേണമെന്നുള്ളത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇതൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫില്ലിങ്ങിനുള്ള കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മളിത് പരത്തി വെച്ചതിലേക്ക് ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെച്ചിട്ട് കവർ ചെയ്യുക നന്നായിട്ട്. ഇനി ഇത് മടക്കി എടുക്കണം. ഉള്ളിലേക്ക് എണ്ണ ഉള്ളിലേക്ക് കയറാതിരിക്കാനായിട്ട് നന്നായിട്ട് മടക്കി കൊടുക്കണം. നല്ല ടൈറ്റിൽ മടക്കി കൊടുക്കണം. അല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറിക്കും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ആക്കിയെടുക്കാം. ഈ രീതിയിൽ ഞാനിതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് വറുത്ത് കോരിയെടുക്കാം. വറുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രം നമുക്കിത് ഇട്ട് കൊടുത്താൽ മതി. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ പത്തിരി വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി വെന്ത് വരുന്നോളം വരെ വെയിറ്റ് ചെയ്ത് ഒരു ഭാഗമായി കഴിയുമ്പോൾ മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കുക. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നോളം വരെ, ഗോൾഡൻ കളർ ആവുന്നോളം വരെ നമുക്കിത് വറുത്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് എല്ലാം നന്നായിട്ട് വെന്തതാണ്. ഇത് നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. നമുക്കിത് വറുത്ത് കോരി എടുക്കാം.
അടുത്ത പത്തിരിയും ഇട്ട് കൊടുക്കാം. ഇങ്ങനെയെല്ലാം ഇതേ രീതിയിൽ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പത്തിരി തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. താങ്ക് യു.